പണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ മുഖം നല്ല റൗണ്ടായിരുന്നു ഡോക്ടറെ. ഇപ്പോൾ പല്ലും മോണ എല്ലാം മുന്തി മുഖത്തിനൊരു ഷേപ്പില്ലാണ്ടായിട്ടുണ്ട്. ഇത് മിക്ക പാരൻസിൻ്റെയും കൺസേൺ ആണ്. ഇതിൻ്റെ പ്രധാന 2 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇതിൻ്റെ പ്രധാന ഒരു കാരണം മൗത്ത് ബ്രീത്തിങ് ഹാബിറ്റാണ്. സാധാരണ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതിന് പകരം വായിലൂടെ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ മേൽ ജോ അഥവാ മാക്സില്ല എന്ന് പറയുന്ന മേൽ ജോ യു ഷേപ്പിൽ നിന്നും വി ഷേപ്പ് ആവുകയും താഴെ എല്ല് വളർച്ച കുറയുകയും റിട്രൂഡഡ് ആയി പോവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ മുഖം ഒരു റൗണ്ടഡ് അപ്പിയറൻസിൽ നിന്നും ഇങ്ങനെ ആകുമ്പോൾ ഒരു കോൺവെക്സ് പ്രൊഫൈലായി ബേർഡ് ഫേസ് എന്നാണ് പറയുക. അത് മുഖം തള്ളി വരുന്ന ഒരു പ്രവണതയും കാണാറുണ്ട്. ഇതിലെ രണ്ടാമത്തെ പ്രധാന കാരണം എന്ന് പറയുന്നത് തം സക്കിങ് അഥവാ ഫിംഗർ സക്കിങ് ഹാബിറ്റാണ്. സാധാരണ കുട്ടികൾ വായിൽ വിരലിടുന്ന സമയത്ത് മേൽവരിയിലെ പല്ലുകൾ ഉന്തുകയും മേലും താഴെയും തമ്മിലുള്ള റിലേഷൻ മാറി അതൊരു ഓപ്പൺ ബൈറ്റ് എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് പോവുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ പോയാലും മുഖത്തിൻ്റെ ഷേപ്പ് എല്ലാം മാറി ഒരു നാരോ അപ്പിയറൻസ് ആകുന്ന ഒരു കണ്ടീഷൻ കാണാറുണ്ട്. ഈ 2 കണ്ടീഷൻസും നിങ്ങൾ കുട്ടികളിൽ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഓർത്തഡോണ്ടിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ കുട്ടികളുടെ ഫേഷ്യൽ സിമെട്രിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ.